നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ കരുത്താർജിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യപടിഞ്ഞാറൻ ഇന്ത്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം കുറയുന്നതിനിടെ തന്നെ കിഴക്കൻ ഇന്ത്യക്കും ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പുതിയ ചുഴികളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും രൂപപ്പെടുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന തീവ്ര ന്യൂനമർദ്ദം പൂർണ്ണമായും വിട്ടുമാറും മുമ്പ് തന്നെ ബംഗാൾ ഉൾക്കടലിലും കിഴക്കൻ ഇന്ത്യയിലും ശക്തമായ മേഘാവൃത സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞു. ഈ പ്രക്രിയ മൺസൂൺ ചക്രത്തെ രാജ്യത്തുടനീളം വീണ്ടും സജീവമാക്കിയേക്കും. ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും അനുബന്ധ പ്രദേശങ്ങളിലും കാര്യമായി മേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത നൽകുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് അടുത്തതിലേക്കുള്ള ഈ വേഗത്തിലുള്ള മാറ്റം കാരണം രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തടസ്സമില്ലാതെ മഴ തുടരും. കഴിഞ്ഞ ആഴ്ചയിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും അതിതീവ്ര മഴയാണ് മുൻപത്തെ തീവ്ര ന്യൂനമർദ്ദം കാരണം ലഭിച്ചത്. ഇതേ തുടർന്ന് പല ജില്ലകളിലും വെള്ളപ്പൊക്കവും മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഈ സംവിധാനം ദുർബലമാകുന്നുണ്ടെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റ് മൺസൂൺ ട്രാഫിക്കിലേക്ക് കടക്കുന്നത് കിഴക്കൻ മധ്യ ഇന്ത്യയിൽ വീണ്ടും മഴ കനക്കാൻ കാരണമാകും. പുതിയ പ്രവചനങ്ങൾ പ്രകാരം കിഴക്കൻ ഇന്ത്യയിൽ വ്യാപകമായ മഴ ലഭിക്കും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മധ്യ ഇന്ത്യയിലും ഇടവിട്ടുള്ള മഴ തുടരും. ഓഗസ്റ്റ് മാസത്തിലെ കൃത്യമായ മഴയെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഖാരിഫ് വിളകൾക്കും ഈ തുടർച്ചയായ മഴ ഏറെ ഗുണം ചെയ്യും. സീസന്റെ തുടക്കത്തിൽ രാജ്യത്ത് മഴയിൽ വലിയ രീതിയിലുള്ള കുറവ് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സജീവമായ മൺസൂൺ ഘട്ടം നിലവിലുള്ള മഴക്കമ്മി ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നും അധികൃതർ കരുതുന്നു. മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കുടിവെള്ള സ്രോതസ്സുകളിലും ജലാശയങ്ങളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർത്താനും ഈ മഴ സഹായകരമാകും. വരൾച്ച ഭീഷണി നേരിട്ടിരുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് പുതിയ കാലാവസ്ഥാ വ്യതിയാനം വലിയ ആശ്വാസമാണ് നൽകുന്നത്. തുടർച്ചയായി മഴ ലഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് അനുഗ്രഹമാണെങ്കിലും ഇതിനകം തന്നെ കനത്ത മഴ ലഭിച്ച് മണ്ണ് കുതിർന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ദീർഘനേരം നിലനിൽക്കാനും പ്രാദേശികമായ വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമായേക്കാം. ഓഗസ്റ്റ് ആദ്യ വാരം വരെ മൺസൂൺ സജീവമായി തുടരുമെന്നതിനാൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ജില്ലകളിലെയും നദീതീരങ്ങളിലെയും താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രാദേശിക ഭരണകൂടങ്ങളും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ജാഗ്രത തുടരാനും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. നദികൾ കരകവിഞ്ഞൊഴുകുന്നതും വ്യാപകമായ മണ്ണിടിച്ചിലും ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിനിടെ 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടെ ആ ജില്ലകളിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ തന്നെ പ്രളയ സമാനമായ സാഹചര്യം നേരിടുന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങന്നൂർ, ആറന്മുള, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലും പമ്പയിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നതോടെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വെള്ളമില്ലാതിരുന്നിടങ്ങളിൽ പുലർച്ചെയോടെ മുറ്റത്തും മുറിക്കുള്ളിലും വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു. 2018 മഹാപ്രളയത്തിന് സമാനമായ രീതിയിലാണ് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആശങ്ക പങ്കുവയ്ക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്ത് നിന്ന് 10 മത്സ്യബന്ധന വള്ളങ്ങളും 40 തൊഴിലാളികളും പത്തനംതിട്ടയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആറന്മുളയിൽ പല വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. കിടപ്പ് രോഗികളെയും വയോധികരെയും അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളും NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിലും വീട് വിട്ടു പോരാൻ ചിലർ കാണിക്കുന്ന വിമുഖത രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചെങ്ങന്നൂരിൽ ഇതിനകം തന്നെ 10ലധികം ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൃഷിനാശവും ആശങ്കയും വെള്ളപ്പൊക്കം കാർഷിക മേഖലയും സാരമായി ബാധിച്ചിട്ടുണ്ട്.
ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന ഏത്തവാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ വെള്ളത്തിനടിയിലായി. റാന്നിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആറന്മുള പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഡാമുകൾ തുറക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കണ്ണാടിക്കലിൽ 200ഓളം വീടുകളിൽ വെള്ളം കയറി. കോഴിക്കോട് നഗരത്തോട് ചേർന്ന കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ മേഖലകളിലും പുനൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് 200ഓളം വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി 10 മണി വരെ വെള്ളപ്പൊക്കത്തിന്റെ ലക്ഷണങ്ങളില്ലാതിരുന്ന പ്രദേശത്ത് വൈകുന്നേരത്തോടെ ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുകയായിരുന്നു. വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചവരെ ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. മലപ്പുറത്ത് ഭീതി വിതച്ച് വ്യാപക മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ വൻതോതിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാണക്കാട് കുന്നിന്റെ ഒരു വശം പൂർണ്ണമായും റോഡിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്നും പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലും ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ സ്വകാര്യ കമ്പനിയുടെ ഖനന പ്രവർത്തനങ്ങളാണ് മണ്ണിടിച്ചിലിന് കാരണമെന്ന് വാർഡ് മെമ്പർ ആരോപിച്ചു. അപകട സാധ്യത കണക്കിലെടുത്ത് കുന്നിൻ മുകളിലെ ഹോസ്റ്റലിൽ നിന്നും കുട്ടികളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടാതെ എടായിപ്പാലത്തും തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായതോടെ പ്രദേശത്തെ ജനങ്ങളെ പോലീസ് ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കല്ലും മണ്ണും കുത്തിയൊലിച്ച് റോഡിലേക്ക് പതിക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഏതായാലും ഇപ്പോഴും ആശ്വസിക്കാനുള്ള വകയായിട്ടില്ല. പലയിടത്തും ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത മേഖലകളിലേക്കുള്ള സഞ്ചാരം ഒഴിവാക്കുക. രക്ഷാപ്രവർത്തനത്തിനായിട്ടാണെങ്കിലും നാട്ടുകാർ മുന്നിട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. സ്വന്തം ജീവൻ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അപകട സാധ്യതയാണ്. കുട്ടികൾക്കടക്കം അവധി നൽകുന്നത് വീടുകളിനുള്ളിൽ സുരക്ഷിതരായിട്ട് ഒതുങ്ങിയിരിക്കാനാണ്. അല്ലാത്ത പക്ഷം ആളുകൾ അവിടെ ഇറങ്ങി നടക്കുകയോ ഈ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന പുഴയുടെ തീരങ്ങളിലോ മറ്റോ പോകുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്.